രണ്ട് പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടാണ് പനങ്ങാട് സ്വദേശി സതീർത്ഥനും ഭാര്യ ശാരദയും നവകേരള സദസ്സിൽ പരാതി നൽകിയത്. തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ വർഷം നടന്ന നവകേരള സദസ്സിൽ പരാതി നൽകിയത് ആദ്യത്തെ പ്രശ്നം ഈ വീട്ടിലേക്കുള്ള വഴിയില്ല എന്നുള്ളതാണ്. വഴി പൂർവികർ ഈ തീരിൽ ആധാരത്തിൽ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, 4 മീറ്റർ വഴി. പക്ഷേ ഈ വഴി ആധാരത്തിൽ കാണിക്കുവാനായി ആധാരം കാണുന്നില്ല. ആധാരം എവിടെയാണുള്ളതെന്ന് കുടുംബക്കാർക്ക് ആർക്കും അറിയില്ല. ഇതിൽ അന്വേഷണം നടത്തി ആധാരത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതായിരുന്നു ഈ കുടുംബത്തിൻ്റെ ആദ്യത്തെ ആവശ്യം. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് വെള്ളമില്ല. ഇപ്പോൾ നമുക്ക് ഈ വീടിരിക്കുന്നത് തന്നെ വെള്ളത്തിൻ്റെ ഓരത്തിരിക്കുന്ന വീടാണ്. പക്ഷേ ഇവിടെ വെള്ളമില്ല, കുടിവെള്ളം വരുന്നില്ല. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വരണം എന്ന ഉള്ള അപേക്ഷയായിരുന്നു രണ്ടാമതായി കൊടുത്തിരുന്നത്. ഈ അപേക്ഷയിലും നടപടിയൊന്നും ഉണ്ടായില്ല. പക്ഷേ 2 മാസം മുമ്പ് വാട്ടർ അതോറിറ്റി വന്ന് ഇങ്ങനൊരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇതാണ് ആ പൈപ്പ്. പക്ഷേ ഇവിടെ വെള്ളം വരുന്നില്ല. ഇവിടെ വെള്ളം വന്നില്ലെങ്കിലും ബില്ല് കൃത്യമായി വരുന്നുണ്ട്. ഇപ്പോൾ 2 മാസത്തെ ബില്ല് 122 രൂപയും 100 രൂപയും ഒക്കെയായി ബില്ല് വന്നിട്ടുണ്ട്. പക്ഷേ 144 രൂപയൊക്കെ ബില്ല് വരുന്നുണ്ട്. പക്ഷേ ബില്ല് വരുന്നതല്ലാതെ വെള്ളം ഇതുവരെ വന്നിട്ടില്ല. നിലവിലെ സ്ഥിതി ഇതാണ്. നമ്മുടെ അടുത്ത് ശാരദ ചേച്ചിയുണ്ട്, ഈ വീടിൻ്റെ ഉടമയാണ്. ചേച്ചി തന്നെ പറയും. ചേച്ചി എന്നാ ഈ വാട്ടർ അതോറിറ്റിയിൽ പരാതി ആദ്യം കൊടുത്തിരുന്നു? ആദ്യം നവകേരള സദസ്സിലാണോ ആദ്യം പരാതി കൊടുക്കുന്നത്? നവകേരള സദസ്സിൽ എന്നാൽ എത്ര ഡേറ്റ് എനിക്ക് ഓർക്കണില്ല. ചേട്ടനാണ് പോയി കൊടുത്തത്, അത് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഇത് കണക്ഷൻ എടുത്തിട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു കുടം വെള്ളം പോലും ഞങ്ങൾ ഇതിൽ നിന്ന് എടുത്തിട്ടില്ല. ഞങ്ങൾ പുറത്തുനിന്ന് വെള്ളം എടുക്കുന്നത്. അത് എന്തായിരുന്നു അവരുടെ കാരണം പറയുന്നത്? ഇങ്ങോട്ട് വെള്ളം വരാത്തതിൻ്റെ കാരണം എന്താ പറയുന്നത്? അവർ പറയണ ഇത്ര ലോങ് ആണ് എന്നാ പറഞ്ഞത്. അതിന് അവിടെ നിന്ന് ഇങ്ങോട്ട് പൈപ്പ് കണക്ഷൻ 16 മീറ്റർ വരെ വരുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള പൈപ്പ് ഇടണേന് അവർ നമ്മളോട് പൈസ വാങ്ങിച്ചിട്ടാണ് ഇട്ട് തന്നേക്കുന്നത്. പിന്നെ വെള്ളം വരുന്നില്ല. പിന്നെ അത്രേ അറിയുള്ളൂ. പിന്നെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ടാങ്ക് വെക്കി എന്നാണ് പറഞ്ഞത്. വെള്ളം വന്ന് കാണാതെ നമ്മൾ ടാങ്കും കൂടി വെച്ച് ആ പൈസയും കൂടി കളയേണ്ട കാര്യമില്ലല്ലോ. നമുക്കത് കറക്റ്റായിട്ട് വെള്ളം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ടാങ്കും വെക്കാം. ഈ 16 മീറ്റർ കഴിഞ്ഞ് ഇങ്ങോട്ട് പൈപ്പ് ഇടാനായിട്ട് എത്ര ചിലവാക്കി? 4500 രൂപ അയാൾ മേടിച്ചുള്ളൂ ഞങ്ങളോട്. 4500 രൂപ. പിന്നെ പണിക്കാരന് കള്ളു കുടിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഒരു 5000 രൂപയൊക്കെ വാട്ടർ ടാങ്ക് 5000 രൂപയൊക്കെ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇതിലേക്ക് എപ്പോഴെങ്കിലും ഒന്ന് വന്നാലോ, ഒരു തുള്ളി വെള്ളമെങ്കിലും വന്ന് കണ്ടാലല്ലേ വെച്ചിട്ട് കാര്യമുള്ളൂ. അത് തന്നെ വെക്കാൻ പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളം വരുന്നത് കണ്ടാലല്ലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. വെറുതെ ഒരു ടാങ്കും കൂടി വെച്ച് മുറ്റത്തൊന്നും സ്ഥലവും കൂടി ഇല്ലാത്ത ഒരു സൗകര്യത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം വെള്ളം വന്നത് കണ്ടാൽ നമുക്ക് ടാങ്ക് വയ്ക്കാം. വെള്ളം വരാതെ ആ ടാങ്കിൻ്റെയും കൂടി പൈസ നമ്മൾ കളയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും വികലാംഗരിപ്പെട്ടവരാണ്. ഞങ്ങളുടെ അവസ്ഥയും കൂടി മനസ്സിലാക്കണമല്ലോ. അതും കൂടി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ പരാതി കൊടുത്തത്. ഈ ശാരദ ചേച്ചിയുടെ ഭർത്താവ് സതീർത്ഥൻ ചേട്ടന് കേൾവി ശക്തിയില്ല. ചേച്ചിക്കാണെങ്കിൽ പ്രഷർ കൂടി സ്ട്രോക്ക് ഉണ്ടായി, കാലിൻ്റെ ഒരു ചലനശേഷിയും നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ്. ചേച്ചി, ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിച്ചു, വെള്ളം വരുന്നില്ല, പക്ഷേ ബില്ല് വരുന്നുണ്ടോ? ബില്ല് വരുന്നുണ്ട്. 2 ബില്ല് ഇപ്പോൾ വന്നിട്ടുണ്ട്, 3ാമത്തെ വന്നിട്ടില്ല. വരും എന്ന് വിചാരിക്കണത്. എന്താ വെച്ചാൽ 2എണ്ണം വന്നപ്പോൾ 3ാമത്തെ വരാതിരിക്കില്ലല്ലോ. ഞങ്ങൾ ഇതുവരെ പൈസ അടച്ചിട്ടില്ല. അടയ്ക്കാത്തത് വെള്ളം വന്ന് കണ്ടാലല്ലേ, നമുക്ക് ഒരു കുടം വെള്ളമെങ്കിലും കിട്ടിയാലല്ലേ നമ്മൾ അടയ്ക്കണ്ടു. അപ്പം അത് ശരിയാവുമെന്ന് അറിയട്ടെ എന്നും പറഞ്ഞിട്ട് ഇരിക്കണം. വഴിയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ വഴി ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നടന്നാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഈ വഴിയുടെ കാര്യത്തിൽ എന്താണ് പരാതി കൊടുത്തിരുന്നത്? അതെനിക്കറിയില്ല. ചേട്ടനാണ് പരാതി കൊടുത്തതിന്. വഴി ആധാരം കാണാഞ്ഞിട്ടായിരിക്കും. ആധാരം ഒറിജിനൽ ആധാരം അച്ഛൻ എഴുതിച്ചതാണല്ലോ. ആ ആധാരം എവിടെയാണ് എന്താണ് എന്നറിയില്ല. പിന്നെ ഞങ്ങൾക്കൊരു പകർപ്പ് ആധാരമാണ് തന്നിരിക്കണം. അതിൻ്റെ ഫ്രണ്ട് പേജില്ല. അപ്പോൾ പിന്നെ പകർപ്പ് തന്നതുകൊണ്ടും കാര്യമില്ലല്ലോ. അതാണ്. അച്ഛൻ നൽകിയ ഭൂമിയാണ്, പക്ഷെ അച്ഛൻ മരിച്ചുപോയി. അച്ഛനും അമ്മയും മരിച്ചു പോയില്ല. പിന്നെ ഞങ്ങൾ 6 ആൺമക്കളെ ഉള്ളത്. പിന്നെ അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും ഒക്കെ ഉണ്ട്. ഇവർക്കാർക്കും അറിയില്ല ആധാരം എവിടെയാണ്. ആർക്കും അറിയാവുള്ളവരുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുന്നു. ഈ 2 പ്രശ്നമാണ് ഇവർ നവകേരള സദസ്സിൽ പരാതി നൽകിയത്. ഈ സ്ഥലത്തിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട്, വഴിയുടെ പ്രശ്നം പറഞ്ഞിട്ട് ആരെങ്കിലും അന്വേഷിച്ച് വന്നോ? ഇല്ല, ആരും വന്നിട്ടില്ല. ഇതുവരെ ആരും വന്നിട്ടില്ല. പഞ്ചായത്തിൽ നിന്ന് ഒരു ദിവസം വിളിച്ചായിരുന്നു. അത് അന്വേഷിച്ച് വരാനായിട്ട് ഗവൺമെൻറ് ഇടപെടണം എന്നും പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചിരുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ ആരും വന്നിട്ടില്ല. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇട്ടിരിക്കുന്നതിൻ്റെ അവസ്ഥ ഇതുമാണ്. നമ്മൾ നേരത്തെ തുറന്നു കാണിച്ചല്ലോ, വെള്ളം വരുന്നുമില്ല. ഇതാണ് നവകേരള സദസ്സിൽ 2 പരാതികൾ നൽകിയ ശാരദ ചേച്ചിയുടെ അവസ്ഥ. വീട്ടിലേക്കുള്ള വഴിയുടെ കാര്യത്തിലും തീരുമാനമായില്ല, വെള്ളത്തിൻ്റെ കാര്യത്തിലും തീരുമാനമായില്ല. പക്ഷേ കൃത്യമായി വാട്ടർ ബില്ല് കൃത്യമായി വരുന്നുണ്ട്, ഉദ്യോഗസ്ഥർ ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും. ഇതാണ് പനങ്ങാട് നിന്നുള്ള ശാരദ ചേച്ചിയുടെ നവകേരള സദസ്സിൽ പരാതി നൽകിയതിനു ശേഷമുള്ള 1 വർഷത്തിന് ശേഷമുള്ള അവസ്ഥ. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം സൈഫുന്നിസ് അലിയാർ, റിപ്പോർട്ടർ, കൊച്ചി.